Hi everyone, welcome to Maxion's CUSAT CAT previous year question series. CUSAT കേരള യൂണിവേഴ്സിറ്റി തുടങ്ങി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ Maxion is providing a crash course. So further details will be available in the description. Please do check out. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കുസാറ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ വിൽ ഗോ ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദി ഓർഡർ ഓഫ് ആൻ എലമെന്റ് എ ഇൻ എ ഗ്രൂപ്പ് ജി ഇസ് 30, then the order of a raised to 18 is equal to, അല്ലെ? സോ നമ്മൾക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് അല്ലെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? എയുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ റേസ് ടു 18ന്റെ ഓർഡർ ആണ്, അല്ലെ? സോ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾക്കൊരു ജനറലൈസ്ഡ് ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരു എലമെന്റിന്റെ ഓർഡർ നമ്മൾക്ക് തന്നിട്ടുണ്ട്. സേ സം m ആണ് എങ്കിൽ ഓർഡർ ഓഫ് a റേസ് ടു k വിൽ ബി ഈക്വലന്റ് ടു എന്തായിരിക്കും? ദിസ് m ഡിവൈഡഡ് ബൈ GCD ഓഫ് m, k ആയിരിക്കും. ഓക്കെ, സോ അത് ആ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഒരു തരത്തിലും അത് റിലേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മതി? എലമെന്റിന്റെ ഓർഡർ ആൻഡ് ദിസ് പവർ k, അല്ലെ? സോ ഓർഡർ ഓഫ് 18 വിൽ ബി ഓർഡർ ഓഫ് a റേസ് ടു 18 വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? m ഈസ് ഈക്വൽ ടു 30 ആണ് ഇവിടെ. ആൻഡ് 30 ഡിവൈഡഡ് ബൈ GCD ഓഫ് 18 ആൻഡ് 30, അല്ലെ? സോ GCD ഓഫ് 18 ആൻഡ് 30 is 6. സോ 30 ഡിവൈഡഡ് ബൈ 6 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5, അല്ലെ? സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് റൈറ്റ് ആൻസർ വരുന്നുണ്ടാവും. Next question ഇതാണ്: let f from G to H be a group homomorphism with kernel K. കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേർണൽ ഓഫ് എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു കെ എന്ന് നമുക്ക് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. കെ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ദി സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി. അതായത് എച്ചിനകത്തുള്ള ഐഡന്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് ഓൾ എലിമെന്റ്സ് ഇൻ ജീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കേർണൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് നമ്മൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓർഡർ ഓഫ് ജി, എച്ച് ആൻഡ് കെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് ജി ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്നത് 75 ആൻഡ് ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 45 ആൻഡ് ഓർഡർ ഓഫ് കെ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 15, അല്ലെ? സോ ഈ മൂന്ന് ഓർഡേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഓർഡർ ഓഫ് എഫ് ഓഫ് ജി ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് ഫസ്റ്റ് ഐസോമോർഫിസം തിയറം യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഐസോമോർഫിസം തിയറം പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആണ് ഫ്രം ജി ടു എച്ച് ആണ് എങ്കിൽ എഫ് ഓഫ് ജി ബൈ കേർണൽ ഓഫ് എഫ്, അല്ലെ? ജി ബൈ കേർണൽ ഓഫ് എഫ് വിൽ ബി ഐസോമോർഫിക് ടു എന്തായിരിക്കും? എഫ് ഓഫ് ജി ആയിരിക്കും. സോ ഇതിൽ നിന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐസോമോർഫിസം തിയറം രണ്ട് ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആണ് എങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? അവിടെ ഉള്ള കറസ്പോണ്ടിങ് ഓർഡേഴ്സ് ഡെഫിനറ്റ്ലി അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം സിമിലർ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർഡർ ഓഫ് ജി ബൈ കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നതും വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കണം? ഓർഡർ ഓഫ് എഫ് ഓഫ് ജി ആയിരിക്കണം, അല്ലെ? സോ ഇവിടുന്ന് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഓർഡർ ഓഫ് എഫ് ഓഫ് ജി കണ്ടുപിടിക്കാനായിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇക്വലന്റ് ടു എന്തായിരിക്കും? ഓർഡർ ഓഫ് ജി ബൈ കേർണൽ ഓഫ് എഫിനോട് ഇക്വലന്റ് ആയിരിക്കും. അവിടെ കേർണൽ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെയിം ചെയ്ത് വിളിച്ചിട്ടുണ്ട്. എന്താണ്? ഓർഡർ ഓഫ് ജി ബൈ കെ ആണ്, അല്ലെ? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 75 ഡിവൈഡഡ് ബൈ 15 വിച്ച് ഇസ് ഈക്വൽ ടു 5, അല്ലെ? സോ നമുക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് കിട്ടി. So moving on to the next question, a non-cyclic abelian group all of whose proper subgroups are cyclic. അപ്പോൾ തന്നിരിക്കുന്നതിൽ നിന്നും ഏതാണ് ഒരു നോൺ സൈക്ലിക് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം, പ്ലസ് അതിന്റെ എന്തായിരിക്കണം? അതിന്റെ എല്ലാ പ്രോപ്പർ സബ് ഗ്രൂപ്പുകളും സൈക്ലിക്കും ആയിരിക്കണം. അങ്ങനെയുള്ള ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ Z2 ആണ്. പക്ഷേ Z2 എന്താണ്? ഇതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്, അല്ലെ? സോ നമുക്ക് ഓപ്ഷൻ എ നമ്മൾക്ക് റോങ് ആയി. കാരണം നോൺ സൈക്ലിക് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം, അല്ലെ? അപ്പോൾ നെക്സ്റ്റ് S3 ആണ്. S3 എന്താണ്? ദിസ് ഇസ് നോൺ അബീലിയൻ, അല്ലെ? സോ നോൺ അബീലിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതും തെറ്റി. കാരണം നോൺ സൈക്ലിക് അബീലിയൻ ഗ്രൂപ്പ് ആണ്ടിരുന്നു. സോ ഓപ്ഷൻ ബിയും തെറ്റി. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വരുന്ന സമയത്ത് അവിടെയും S4 ഉണ്ട്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് ഓഫ്
അബീലിയൻ ഗ്രൂപ്പ്സ് അബീലിയൻ ആയിരിക്കും, പക്ഷെ അതിൽ ഒന്ന് ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് ക്രോസ് പ്രൊഡക്റ്റിൽ ഒന്നെങ്കിലും നമ്മൾക്ക് നോൺ അബീലിയൻ ഗ്രൂപ്പ് ഉണ്ട് എങ്കിൽ അത് എന്തായിരിക്കും, അത് നോൺ അബീലിയൻ ആയിരിക്കും. സോ നമുക്ക് ഓപ്ഷൻ ഡിയും എന്തായെന്ന് കിട്ടി, നോൺ അബീലിയൻ ആണെന്ന് കിട്ടി. അപ്പൊ ബാക്കിയെല്ലാം റോങ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി ട്രൂ ആണെന്ന് പറയാം. ഇനി നമുക്ക് ഓപ്ഷൻ സി എങ്ങനെയാണ് ട്രൂ ആവുന്നത് നോക്കാം. ഈ Z2 ക്രോസ് Z2 ആണ് അല്ലെ. ഈ Z2 ക്രോസ് Z2 എന്ന് പറയുന്നത് ഇതിന്റെ ഓർഡർ എത്രയാണ്, ഇതിൽ 4 എലമെന്റ്, അതായത് 4 ഓർഡർ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഈ 4 ഓർഡർ ഗ്രൂപ്പുകളുടെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് അപ് ടു ഐസോമോർഫിസം നമ്മൾക്ക് അവിടെ 2 ഗ്രൂപ്പുകളാണ് എക്സിസ്റ്റ് ചെയ്യുക. ഒന്നെങ്കിൽ അത് എന്തായിരിക്കും, അതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും, ദാറ്റ് ഈസ് അത് Z4നോട് ഐസോമോർഫിക് ആയിരിക്കും. ആൻഡ് 4 ഓർഡറിന് നമ്മൾ മറ്റൊരു ഗ്രൂപ്പ് പഠിക്കുന്നുണ്ട്, എന്താണ്, ക്ലെയിൻ 4 ഗ്രൂപ്പ്, K4 അല്ലെ. ആ ക്ലെയിൻ 4 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇത് നോൺ സൈക്ലിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. സോ അപ് ടു ഐസോമോർഫിസം ഈ 2 ഗ്രൂപ്പുകളാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് ഇവിടെ Z2 ക്രോസ് Z2 ഡെഫിനറ്റ്ലി എന്താണ്, സൈക്ലിക് ആണ്. ക്രോസ് പ്രോഡക്റ്റ് ZM ക്രോസ് ZN എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ZMN ആവുന്ന സമയത്താണ് നമ്മൾക്ക് എന്താവുന്നത്, അത് സൈക്ലിക് ആവുന്നത്. ആൻഡ് ഈ അതായത് ZM ക്രോസ് ZN എന്ന് പറയുന്നത് ZMN ആവണമെങ്കിൽ എന്തായിരിക്കണം, GCD ഓഫ് M ആൻഡ് N ഷുഡ് ബി ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പൊ ഇവിടെ Z2 ക്രോസ് Z2 എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല, നോട്ട് ഐസോമോർഫിക് ടു Z4 ആണ്. കാരണം എന്താണ്, GCD ഓഫ് 2 ആൻഡ് 2 is equal to 2 which is not equal to 1 അല്ലെ. സോ Z2 ക്രോസ് Z2 ഒരിക്കലും എന്താവില്ല, Z4നോട് ഐസോമോർഫിക് ആവുന്നില്ല. അപ്പൊ ഓൺലി പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അത് K4നോട് ഐസോമോർഫിക് ആവാനാണ് അതിന്റെ possibilities. And K4ന്റെ പെക്യുലാരിറ്റി ആണ് എന്ത്, അതിന്റെ എല്ലാ പ്രോപ്പർ സബ് ഗ്രൂപ്പ്സും എന്തായിരിക്കും, സൈക്ലിക് ആയിരിക്കും. K4 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏതാണ്, K4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ EABC ആണ്, 4 എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പാണ്. വിത്ത് ഓപ്പറേഷൻ A ഓപ്പറേറ്റിംഗ് ടു B ചെയ്ത് കഴിഞ്ഞാൽ AB വിൽ ബി ഈക്വൽ ടു C ആയിരിക്കും, BC വിൽ ബി ഈക്വൽ ടു A ആയിരിക്കും, ആൻഡ് AC വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, B ആയിരിക്കും. അതായത് 2 എലമെന്റ്സ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ എലമെന്റ് ആണ് നമ്മൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവുന്നത്. സോ നമുക്ക് ഇവിടെയുള്ള എലമെന്റ്സുകൾ, അതായത് നമ്മൾക്ക് ഇതിന്റെ ഏത് സബ് ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക, അത് ഒരു പ്രോപ്പർ സൈക്ലിക് സബ് ഗ്രൂപ്പ് ആയിരിക്കും. അതായത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സബ് ഗ്രൂപ്പ് ഇവിടെ പറയുകയാണെങ്കിൽ ഐഡന്റിറ്റി ടുഗെദർ വിത്ത് ഒരു എലമെന്റ് നമ്മൾക്ക് എടുക്കാം അല്ലെ. സോ ഐഡന്റിറ്റി ടുഗെദർ വിത്ത് ഒരു എലമെന്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതൊരു എന്തായിരിക്കും, അതൊരു പ്രോപ്പർ സൈക്ലിക് സബ് ഗ്രൂപ്പ് ആണ് അല്ലെ. സോ നമ്മൾക്ക് ഈ K4ന്റെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് എന്ത്, അതിന്റെ എല്ലാ പ്രോപ്പർ സബ് ഗ്രൂപ്പ്സുകളും സൈക്ലിക് ആയിരിക്കും. സോ Z2 ക്രോസ് Z2 എന്ന് പറയുന്നത് ഈസ് ഐസോമോർഫിക് ടു എന്താണ്, ഐസോമോർഫിക് ടു K4 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ അതൊരു നോൺ സൈക്ലിക്, ഓൾറെഡി Z2 ക്രോസ് Z2 എന്ന് പറയുന്നത് നോൺ സൈക്ലിക് ആണ്. അതുപോലെ തന്നെ Z2 അബീലിയൻ ആയതുകൊണ്ട് അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് അഗെയിൻ അത് അബീലിയൻ ആയിരിക്കും. സോ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, K4ന്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും. സോ പ്രോപ്പർ സബ് ഗ്രൂപ്പ്സുകളെല്ലാം എന്തായിരിക്കും, അവിടെ സൈക്ലിക് ആയിരിക്കും. സോ നമ്മളിവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.